Yeah, hi, good morning all. First of all, happy new year to all. അപ്പം നമ്മളൊരു പുതിയ വർഷമാണ്. അപ്പം ഇതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കുറെ ദിവസങ്ങൾ ട്രേഡിംഗ് ഹോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് അതിന് പ്രത്യേകിച്ച് എന്താ വോളിയം ഇല്ല, അതേപോലെ കണ്ടീഷൻസ് ഒക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ ഇതാവുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ടൊക്കെ ഏകദേശം ശരിക്കും ഓക്കെ ആയില്ല. എന്നാലും പോലും നമുക്ക് വൺ ഡേ തൊട്ടിട്ട് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കടക്കാം. അതിന്റെ മുമ്പിൽ എന്താ ഏകദേശം ഇത് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനും ഇന്ന് ഡിസ്കോർഡിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്കോർഡിൽ എന്താ ഓൾമോസ്റ്റ് സ്റ്റോക്സ് ഒക്കെ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെ പറ്റി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നിഫ്റ്റി നോക്കി പോവുകയാണെങ്കിൽ അപ്പം ഞാൻ എന്താ നമ്മൾ 1 മിനിറ്റ് അല്ലെ നമ്മൾ മെയിൻലി 3 മിനിറ്റിൽ നമ്മൾ കണ്ടീഷൻ നോക്കാണ്ട് അതേ കണ്ടീഷൻ ആദ്യം 1 മിനിറ്റിൽ നോക്കാറുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡി കെ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടാവും അല്ലെ. ഡി കെ മീൻസ് നമ്മൾ എന്താണ് കോളിന്റെ പ്രീമിയം ഓട്ടോമാറ്റിക്കലി അത് ഓരോ സിനാരിയോയിൽ അങ്ങനെയായിരിക്കും. ഇപ്പൊ ഇന്ന് അത്യാവശ്യം മാർക്കറ്റിൽ ഡി കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞാൽ കോളിന്റെ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രീമിയം കുറഞ്ഞു കുറഞ്ഞു പോവാണ്. അപ്പം ഞാൻ കോമൺലി കഴിഞ്ഞ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എക്സാക്ട് ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി എന്താണ് ഞാൻ ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ കോൾ ചാർട്ട് ഇപ്പം ഇത് നമ്മൾ എന്താണ് ഇതൊരു കോൾ ചാർട്ട് ആണ് അല്ലെ. ഇത് നിഫ്റ്റിന്റെ നമ്മളെ ഇന്നത്തെ സ്ട്രൈക്ക് 26,150 സ്ട്രൈക്ക് ആയിരുന്നു. ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ആപ്പാണ്. 26,150 സ്ട്രൈക്ക് ആയിരുന്നു. ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഇന്നലെയൊക്കെ മാർക്കറ്റ് നല്ല പോസിറ്റീവ് ആയിരുന്നു. അപ്പം ഇന്നലെയൊക്കെ പോസിറ്റീവ് ആവാനുള്ള വേറെ കാരണം കൂടി ഉണ്ട്. കാരണം മന്ത്ലി അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. മന്ത്ലി അല്ല ഇയർലി. കാരണം ഇന്നലെ അവസാനത്തെ ദിവസമായിരുന്നു. അപ്പം ഇതുവരെ ലോസിലേക്ക് കാണിച്ച കുറെ മ്യൂച്വൽ ഫണ്ട് ഒക്കെ എന്താ ഒറ്റ ഒരു ദിവസം കൊണ്ട് അവർ വലിയ എമൗണ്ട് ഇട്ടിട്ട് മാർക്കറ്റിനെ പൊന്നിച്ച് പോസിറ്റീവിലേക്ക് ആക്കാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അവസാനത്തെ ദിവസങ്ങളിൽ നടക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത് അവസാനത്തെ ദിവസങ്ങളിൽ ഇയർ എൻഡിലൊക്കെ ട്രേഡ് ചെയ്യുന്നു അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം ഇതാണ് കോമൺലി. അപ്പൊ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നോക്കുമ്പോൾ നമ്മൾ എന്താ 26,150 കോൾ ആയിരുന്നു. ഇത് 26,150 കോളിലെ ചാർട്ടാണ് അല്ലെ. കോളിലെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ ഇനീഷ്യലി നമുക്ക് ആദ്യം തന്നെ കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നു 918 ആൻഡ് 990 ഇത് 1 മിനിറ്റ് ആണ്. അപ്പം 1 മിനിറ്റ് നിങ്ങൾ എക്സ്പേർട്ട് ആയാൽ മാത്രം 1 മിനിറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ 3 മിനിറ്റ്. ഞാൻ 3 മിനിറ്റും കാണിച്ചു തരാം. അപ്പം 918 990 നമ്മുടെ കണ്ടീഷൻ ആണ്. അപ്പം ആസ് പെർ അവർ കണ്ടീഷൻ എന്താണ് ഈ ഫസ്റ്റ് ക്യാനിൽ ഹൈന്റെ മുകളിൽ ഏതെങ്കിലും ഒരു ക്യാനിൽ പോവുകയാണെങ്കിൽ അപ്പം മാത്രമേ നമുക്ക് എൻട്രിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈവൻ ദോ എന്താ ഇവിടുന്ന് 20 പോയിന്റ്സ് ഇവിടെ ഹിറ്റ് ആയി. എത്രയാണ് 117 ടു ഏകദേശം പറയുകയാണെങ്കിൽ 97. അപ്പൊ 97ലേക്ക് 120 പോയിന്റ്സ് ഹിറ്റ് ആയി. പക്ഷെ നമുക്ക് എൻട്രി തരാണ്ടായപ്പോൾ എന്താ അപ്പോൾ നമ്മൾ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ രണ്ടാമത്തെ തവണ ഇവിടെ വന്നിട്ടാണ് അതിന്റെ മേലോട്ടേക്ക് പോയില്ല. ഇവിടെ വന്നിട്ടാണ് വീണ്ടും താഴോട്ടേക്ക് ടാർഗറ്റ് ഇട്ടത്. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ രണ്ട് തവണയും നമുക്ക് എന്താ 25 പോയിന്റ്സ് മേലെ തരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മേലോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ അതിന്റെ ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡി കെ ആണ്. ഡി കെ മീൻസ് കോളിന്റെ ശരിക്കും ഇത് പോയിട്ടുണ്ടാവും. പക്ഷെ എന്താ കോളിന്റെ പ്രീമിയം നോക്കുമ്പോൾ എന്താണ് അതിന് പോകാൻ പറ്റില്ല. ഒരു പക്ഷെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 26,150 സ്ട്രൈക്ക് ആണ് അല്ലെ. ഞാൻ ഇതേ ടൈമിൽ ഒരു 26 ഫോർ എക്സാമ്പിൾ ഒരു 26,000 സ്ട്രൈക്ക് നോക്കുവാണെങ്കിൽ അത് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സ്ട്രൈക്ക് അതല്ല. അവിടെ അത്ര ഡി കെ എഫക്ട് ആയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഈ ഡി കെ ഓരോ സ്ട്രൈക്കിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെക്കാളും വില കുറഞ്ഞ സ്ട്രൈക്ക് ആണെങ്കിൽ ഈ ലെവൽ പോലും എത്തിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം കോളിന്റെ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ എൻട്രി കിട്ടാത്ത പോലെയാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഞാനിതിപ്പം 3 മിനിറ്റ്സ് ഇട്ട് നോക്കുവാണെങ്കിലും 3 മിനിറ്റ്സ് ഇട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾ സെയിം ഇതാണ് അല്ലെ. ഇവിടെ നമ്മൾ എന്താ കണ്ടീഷൻ വന്നു അല്ലെ. കണ്ടീഷൻ വന്നു ഇതിന്റെ മേലോട്ട് പോയില്ല. അപ്പം രണ്ട് 1 മിനിറ്റും 3 മിനിറ്റും കോളിന്റെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അതേപോലെ തന്നെ. ഇതിപ്പോ ഞാൻ പറഞ്ഞു 26,150 ആണ് സ്ട്രൈക്ക്. അപ്പം ഡി കെ എഫക്ട് ആയതിനെ കൊണ്ടാണ് ഇത് മേലോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി നോക്കാം. 26,150 26,000 ഒരു ജസ്റ്റ് നോക്കി നോക്കാം. 26,000 ഒരു കോള് നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയില് ട്രേഡിംഗിൽ പെടുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം കുറെ ഓൾ ഓവർ ദ വേൾഡ് എന്താണ് എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടാവും. യുഎസിലെ നാസ്ഡാക്ക് യുഎസിലെ മാർക്കറ്റ് ആണ് അവിടുത്തെയും അല്ലെ. തൗസൻഡിന്റെ കോൾ ഇതാണ്. ഓക്കെ, 26,000 കോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പം ഇത് കണ്ടോ, ഇതിപ്പം 26,000 കോളാണ്. ഇതിനാണെങ്കിൽ ഭയങ്കര വില കൂടിയ കോളാണ്. അപ്പം എത്ര ഒരു സ്ട്രൈക്കിന് വില കൂടുന്നോ അതിന് അത്രയും ഡി കെ എഫക്ട് കുറവായിരിക്കും. വില കുറഞ്ഞ സ്ഥാനത്തിലെ പോലാണ് ഏറ്റവും അധികം ഡി കെ ഉണ്ടാവുക. ഇപ്പൊ ഇത് ഞാൻ 26,000 കോൾ എടുത്തു. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ കണ്ടീഷൻസ് ഇത് തന്നെയാണ്. ഈ ക്യാനിലാണ് ഇതിന്റെ ഹൈന്റെ മുകളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അല്ലെ. ഇതിന്റെ ഹൈന്റെ മുകളിൽ ഈ പർട്ടിക്കുലർ ക്യാനിൽ പോയിട്ടുണ്ട് അല്ലെ.
ഇതിന്റെ പോലും അതേ ലെവലിലേക്ക് വീണ്ടും എത്തിയപ്പോൾ നമുക്ക് എന്താ ഇവിടുന്ന് എൻട്രി ഉണ്ടാവും അല്ലെ. അപ്പം അതാണ് പറഞ്ഞത് ഡി കെ എഫക്റ്റ് ആവുന്നതിനെ കൊണ്ടാണ് പെർട്ടിക്കുലർ സ്ട്രൈക്സിൽ എന്താണ് അപ്പം ഇന്ന് 26,150 എന്ന് പറഞ്ഞ സ്ട്രൈക്കിൽ അത്യാവശ്യം നല്ല ഡി കെ മോർണിംഗ് തൊട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ അങ്ങനെ എഫക്റ്റ് ആയി. അതുകൊണ്ട് എന്താ അത് നമുക്ക് അവിടെ എൻട്രി ഇല്ല. പക്ഷേ എന്താ അപ്പം ഇതിന്റെയൊക്കെ എന്താ നമുക്ക് ഓരോ സ്ട്രൈക്ക് എടുക്കുമ്പോൾ ഇതിന്റെ കോമൺ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റി എടുക്കുക. മെയിൻലി നമ്മൾ എന്താണ് നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു നിഫ്റ്റിന്റെ സ്ട്രൈക്സ് ആണ് ഉള്ളത്. അപ്പൊ നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിക്ക് വേണ്ടി കൊഴുകും. അപ്പൊ ഞാൻ എന്താണ് കോമൺലി നിഫ്റ്റി ആണ് എടുക്കാറുള്ളത്. അപ്പൊ നിഫ്റ്റി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ആയാലും ബറോദ ആയാലും അപ് സ്റ്റോക്സ് ആയാലും എല്ലാം നിഫ്റ്റി എടുക്കുമ്പോൾ അതിനകത്ത് വോളിയം കാണില്ല. കാരണം വോളിയം നമുക്ക് കൺഫേം വേണം. ഫസ്റ്റ് ക്യാൻഡിലും കാണി അധികം സെക്കൻഡിൽ വോളിയം. അപ്പം നിഫ്റ്റി എന്താ ട്രേഡബിൾ അല്ലാത്തതിനെ നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കോളും പൊട്ടും മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റൂ. നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് വോളിയം കാണത്തില്ല. പക്ഷേ ഫയേഴ്സ് എന്ന് പറഞ്ഞ ആപ്പാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്താണ് ഇതിൽ നമ്മൾ നിഫ്റ്റി എടുത്താൽ ഈവൻ ഇത് ട്രേഡബിൾ അല്ല. നമ്മൾ ബൈ കടിക്കുമ്പോൾ കണ്ട ഇത് ബൈ ചെയ്യാൻ പറ്റില്ല. ഇൻഡിസസ് ആർ നോട്ട് ട്രേഡബിൾ എന്ന് കാണിക്കുന്നത്. അപ്പം ഈവൻ ദോ അത് എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് പക്ഷേ നമുക്ക് വോളിയം കാണിക്കും. അതാണ് ഫയേഴ്സിന്റെ പറഞ്ഞ ട്രേഡിംഗ് ആപ്പിന്റെ ഏറ്റവും അത് നമുക്ക് എന്താ ഇതിലും കാണിക്കുന്നുണ്ട്. ഇതില് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലും അതേപോലെ തന്നെ നമുക്ക് എന്താ ഇൻഡെക്സ് എടുക്കുമ്പോൾ അതിനകത്ത് കാണിക്കും. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിലും നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ നിഫ്റ്റിന്റെ മെയിൻ ഇത് എടുക്കുമ്പോൾ എന്താ നമുക്ക് അതിനകത്ത് ഇത് കാണിക്കുന്നുണ്ട് അല്ലെ. നിഫ്റ്റി വോളിയം കാണിക്കും. അപ്പൊ വോളിയം കണ്ടാൽ മാത്രമേ നിഫ്റ്റിയിൽ നമുക്ക് കണ്ടീഷൻ നോക്കുവാണെങ്കിൽ പക്ഷേ അവിടെ എന്താ നമ്മൾ നിഫ്റ്റിയിലെ കണ്ടീഷൻ വരുമ്പോൾ അപ്പുറത്ത് പോയി കോളും പുട്ടും എടുക്കേണ്ടി വരും. പക്ഷേ കോൾ ചാർട്ട് ആകുമ്പോൾ നമുക്ക് എന്താ പുട്ടിന്റെ കണ്ടീഷൻ വരുമ്പോൾ പുട്ട് എടുക്കണേ. പക്ഷെ കോൾ ചാർട്ടിൽ തന്നെ കോൾ എടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഞാൻ എന്താണ് ഇന്നത്തെ നമ്മളെ നിഫ്റ്റിന്റെ സ്ട്രൈക്ക് ആയ നിഫ്റ്റിനെ മെയിൻ നിഫ്റ്റിയാണ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡ് കാണാം. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മോർണിംഗ് തൊട്ട് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതാ ഫസ്റ്റ് കണ്ടീഷൻ വന്ന ഇവിടെയാണ് അല്ലെ. ഇത് വോളിയം ഇത്തിരി കൂടി വലുതാക്കുവാണെങ്കിൽ ഓക്കെ. ഇതാണ് നമ്മളെ 918 ആൻഡ് 919 ആണ് കണ്ടീഷൻ വന്നത്. അപ്പൊ അതിന്റെ മേലെ പോയ ക്യാൻഡിൽ ഏതാ മറ്റേ സ്ഥലത്തൊക്കെ എന്താണ് ഇവിടെയൊക്കെ കോൾ പോയിട്ട് അതിന്റെ മേലെ പോയില്ല. നമ്മൾ സ്ട്രൈക്കിൽ നിന്ന് നോക്കുക. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് ഇവിടെ പോയത്. അപ്പൊ ഇതേ ഹൈയിൽ വീണ്ടും എടുത്തപ്പോൾ ഞാൻ എൻട്രി എടുത്തതാണ്. അപ്പൊ വീണ്ടും എൻട്രി എടുത്തിട്ട് ഇവിടെ ഒരു 30 പോയിന്റ്സ് ഇവിടെ 30 പോയിന്റ്സ് ആയിരിക്കും. ഇവിടുത്തെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ അവിടുത്തെ നമ്മളെ കോൾ ഇതിന്റെ അകത്തുള്ള സ്ട്രൈക്ക് അല്ലെ. ഞാൻ അവിടുത്തെ എന്താ നമ്മള് ഫോർ എക്സാമ്പിൾ ഇതിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്തുള്ള ഓക്കെ ഇതിന്റെ അകത്തുള്ള ഒരു 30 പോയിന്റ്സ് ഇവിടെ നിന്നുള്ള നമുക്ക് മറ്റേ ഒരു പർട്ടിക്കുലർ നിഫ്റ്റി നോക്കുമ്പോൾ ഇവിടുന്ന് എൻട്രി കിട്ടിയിട്ടില്ലേ. അപ്പം ഇവിടെ നിന്ന് 30 പോയിന്റ്സ് ആയിരിക്കും നമുക്ക് എന്താ മാക്സിമം ഞാൻ പറഞ്ഞത് 30 പോയിന്റ്സ് ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നു. ഇതായിരുന്നു. അപ്പൊ ഇവിടുന്ന് 30 പോയിന്റ്സ് 123 ആണ്. അപ്പം 13,393 അല്ലേ. ഏകദേശം 93 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നമ്മളത് ടാർഗറ്റ് ഹിറ്റ് ആയതാണ് അല്ലെ. 30 പോയിന്റ് നമുക്ക് മാക്സിമം ടാർഗറ്റ് ചെയ്യാം. 20 പോയിന്റ്സ് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ 20 പോയിന്റ്സും അല്ലെങ്കിൽ ഇതേ 20 തന്നെ മാർക്ക് ചെയ്താൽ മതി. മേലെ നിന്ന് കിട്ടുവാണെങ്കിൽ ഇതേ 20 പോയിന്റ്സ് ടാർഗറ്റ് എത്തുമ്പോൾ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഇന്നത്തെ ഫസ്റ്റ്. അപ്പം അതും അതേ സമയം നമ്മൾ നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ഇത് 50 പോയിന്റ്സ് ആയിരിക്കും. നമ്മള് മെയിൻ നിഫ്റ്റി ചാർട്ടിൽ നമ്മൾ കോളിന്റെ ചാർട്ടിൽ നോക്കുമ്പോൾ നമ്മൾ 20 പോയിന്റ്സ് പറയണ്ടല്ലോ. അപ്പം ഇവിടുത്തെ 20 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു 50 പോയിന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് എന്താ ഒരു 50 പോയിന്റ് ആണ് ഈ ലെവലിൽ എത്തുക. അപ്പൊ ഞാൻ ഇവിടെ എത്തുമ്പോൾ ബുക്ക് ചെയ്താണ് 50 പോയിന്റ്സ് ഇവിടെ ബുക്ക് ചെയ്താൽ എന്ത് നമ്മൾ കോൾ കണ്ടീഷൻ വന്നിട്ടുണ്ട്. കോൾ കണ്ടീഷനെയും ടാർഗറ്റ് ഇവിടെയാണ്. അപ്പൊ അവിടെ നിന്നാണ് ഇപ്പം റീബൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളെ കോമൺലി ഒരു അപ്ഡേറ്റ് വന്നു. നമുക്ക് എന്താ മൺഡേ തൊട്ടിട്ട് ഇപ്പം അപ്പം ഇതെന്താ നിങ്ങൾ പല സാധനങ്ങളും നോക്കേണ്ടി വരും. നിഫ്റ്റിന്റെ ചാർട്ട് നോക്കേണ്ടി വരും. കോളിന്റെ ചാർട്ട് ഇപ്പം ചില ദിവസങ്ങളിൽ നിഫ്റ്റിയും കോളും എല്ലാം ഒരുമിച്ച് വർക്കാവും. ഒരുമിച്ച് വർക്കായ ദിവസം ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഇന്നത്തെ നമ്മളെ ചാർട്ടാണ് അല്ലെ. ഇതിപ്പം നിഫ്റ്റിന്റെ മെയിൻ ചാർട്ടാണ്. ഇതിപ്പോ ഇന്നലത്തേക്കിലേക്ക് ഞാൻ പോവാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഇന്നലത്തെയും കൂടി കാണിച്ചു തരാം. ഇന്നലെ മാർക്കറ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ് ട്രെൻഡിലേക്ക് പോയതായിരുന്നു. ഇന്നലത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടുന്നാണ് അല്ലെ. 924 ഓക്കെ. ഇവിടുന്നാണ് മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ആയത്. അപ്പം ഇവിടെയാണ് നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ വന്നത്. നമ്മളെ ഫസ്റ്റ് പുട്ടിന്റെ കണ്ടീഷൻ വന്നതാണ്. ഇവിടെ നിഫ്റ്റിന്റെ ഇത് ഞാൻ സ്ട്രൈക്ക് ഞാൻ നോക്കിയത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ കണ്ടീഷൻ വന്നത്. അപ്പൊ ഇതിന്റെ മേലെ പോയ ക്യാൻഡിൽ ഇതാണ് അല്ലെ. ഇതിന്റെ മേലെ പോയ ക്യാൻഡിൽ ഇതാണ്. അപ്പൊ ഇതേ ലെവലിൽ അടുത്ത ക്യാൻഡിൽ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഏതാ സ്റ്റോപ്പ് ലോസ് ഏത് ക്യാൻഡിലാണ് എനിക്ക് എൻട്രി കിട്ടുന്നത് അതാണ് എന്റെ സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഇവിടുന്ന് എൻട്രി എടുത്തു. എന്റെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. അപ്പൊ ഇവിടുന്ന് എന്താ കറക്റ്റ് ഇവിടുന്ന് 30 പോയിന്റ്സ് ആണത്. കാരണം നിഫ്റ്റിയിൽ നോക്കുമ്പോൾ 50 ഇതാണ്. പക്ഷേ നമ്മളെ മെയിൻ കോളിന്റെ ചാർട്ട് നോക്കുമ്പോൾ അവിടുത്തെ 30 ബുക്ക് ചെയ്താൽ മതി. അവിടെ നോക്കുമ്പോൾ 30 പിന്നെയാണ് അത് റിവേഴ്സ് ആയി പോയത് പോലും. അത്ര വലിയൊരു അപ് ട്രെൻഡ് പോയതുമായി 30 പോയിന്റ് ഹിറ്റ് ചെയ്യിക്കാണ്. അപ്പൊ 30 പോയിന്റ് പവർ നിങ്ങൾക്ക്
ഏകദേശം മനസ്സിലാവും. കാരണം അത്ര വലിയ ഒരു അപ് ട്രെൻഡുള്ള മാർക്കറ്റിൽ പോലും ആ 30 പോയിന്റ്സ് ഹിറ്റ് ചെയ്തിട്ട്, അപ്പൊ എല്ലാ ദിവസവും അത് ഹിറ്റ് ആവുമെന്നല്ല, ഹിറ്റ് ആവാത്ത ദിവസം നമ്മൾ സിംപ്ലി എന്താണ് 4-5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എടുത്ത് ഔട്ട് ആവുക. പക്ഷെ കിട്ടുമ്പോൾ നമുക്ക് 30 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ അത് അങ്ങനെയേ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മൾ കണ്ടീഷനും കാര്യങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ മെയിൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കതെന്താ, നിഫ്റ്റിയിലെ മെയിൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആണ്, കണ്ടീഷൻ എന്താ വിത്ത് ടാർഗറ്റ് എല്ലാം പോയി. പക്ഷേ കോൾ ചാർട്ട് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ എൻട്രി കിട്ടിയിട്ടില്ല. കോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ എൻട്രി കിട്ടിയില്ല. അപ്പം അതും നിങ്ങൾ ബൈ ദ വേ എന്താ ഇതിനകത്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമാണ്. അപ്പം ഞാൻ ഇന്ന് നോക്കിയത് എന്താ 1 മിനിറ്റ് ആണ്. 3 മിനിറ്റ് നോക്കിയാലും സെയിം സിനാരിയോ ആണ്. അപ്പം 1 മിനിറ്റിലാകുമ്പോൾ ഒന്നും കൂടി ഫാസ്റ്റ് ആയിരിക്കണം, ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയിരിക്കണം. 3 മിനിറ്റ് നിങ്ങളോട് നോക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കൂടി ടൈം എടുത്ത് നോക്കാൻ കിട്ടും. അതുകൊണ്ടാണ് 1 മിനിറ്റ് നോക്കാൻ പറ്റുമെങ്കിൽ അത് ബെറ്റർ ആണ്. പക്ഷേ അത്രയും ക്വിക്ക് ഡിസിഷൻസ് ആയിരിക്കും. അപ്പം ഇനി തൊട്ടിട്ട് എന്താ, ഞാൻ ഡിസ്കോഡിൽ നമുക്ക് എന്താ ഏകദേശം മൺഡേ തൊട്ടിട്ട് എന്താണ് ഡിസ്കോഡ് എന്ന് പറഞ്ഞ ആപ്പിൽ ഞാൻ ഇതും കൂടി പോസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നിഫ്റ്റിന്റെ മെയിൻ ചാർട്ടും കോൾ ചാർട്ടും എല്ലാം സൈമൾട്ടേനിയസ്ലി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ കണ്ടീഷൻ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ക്യാനിൽ വരില്ലേ. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ നമ്മളെ ഒരു കണ്ടീഷൻ വന്നു അല്ലെ, അപ്പൊ ഞാൻ ഈ ക്യാനിൽ പോകില്ലേ, ഈ ക്യാനിൽ പോകും. അപ്പൊ ഞാൻ ഏകദേശം പറയും ഫസ്റ്റ് ക്യാനിൽ ഇതിനകത്ത് പോയാൽ, അപ്പൊ അതിനകത്ത് ഇതിന്റെ ഒരു പിക്ചർ അപ്ഡേറ്റ് ചെയ്യും. അതിന് പുറമെ ഞാൻ പറയും ബൈ പുട്ട് വെൻ നിഫ്റ്റി റീച്ചസ് 26,194. അപ്പൊ നിഫ്റ്റി 26,194 എത്തുമ്പോൾ നിങ്ങൾ പുട്ട് വാങ്ങിക്കോന്നുള്ള ഒരു അപ്ഡേഷൻ ആയിരിക്കും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ടാവുക. സ്റ്റോപ്പ് ലോസ് അതേപോലെ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് എന്ന് പറഞ്ഞ ഒരു ടാബോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം സ്റ്റോപ്പ് ലോസ് എവിടെ, അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ബുക്ക് വെൻ ഇറ്റ് ഹിറ്റ്സ് 30 എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ. അപ്പം കണ്ടീഷൻസ് കൂടിയായി ഡിസ്കോഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഇനി മെൻഷൻ ചെയ്തു. അപ്പൊ ഇന്ന് ഞാൻ ഡിസ്കോഡ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളെ ഡിസ്കോഡ് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പൊ വാട്സാപ്പ് നിങ്ങൾ ഇത്ര അഡ്വാൻസ് ആയ ആപ്പാണ്. അപ്പൊ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് അതെന്താ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, ഇന്നലെയും അതേപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ സ്റ്റോക്സ്. ഇന്നലെ അദാനി ഗ്രീൻ, അംബുജ സിമന്റ്. അപ്പം ഇന്ന് പോസ്റ്റ് ചെയ്ത ഏതാണ് പോസിറ്റീവ് ട്രെൻഡ് സ്റ്റോക്സ് രാവിലെ തന്നെ 9:13 ആകുമ്പോൾ ഇട്ട മെസ്സേജ് ആണ്. കൽപ്പത്താറു പ്രൊജക്ട്സ് ഉണ്ട്, യെസ് ബാങ്ക് ഉണ്ട്, അദാനി എന്റർപ്രൈസ് ഉണ്ട്, ഇറേഡ ഉണ്ട്, സമ്മാൻ ക്യാപിറ്റൽ ഉണ്ട്, IRFC ഉണ്ട്. അപ്പം ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളിലെ ഇപ്പൊ ഇതിനകത്ത് 5-6 സ്റ്റോക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പം ഇതിനകത്ത് 5-6 സ്റ്റോക്ക് പോസ്റ്റ്, അപ്പൊ ഞാനത് കുറെ അനാലിസിസും റിസർച്ചും ചെയ്തിട്ടായിരിക്കും 5-6 സ്റ്റോക്ക്, എത്രയോ സ്റ്റോക്കിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇത് ഇടുന്നുണ്ടാവുക. അപ്പം ഞാൻ ഇത് ഇടുമ്പോൾ തന്നെ ഇതിനകത്ത് എല്ലാ സ്റ്റോക്കിലും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓപ്ഷൻസ് ഉള്ള സ്റ്റോക്ക് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പൊ ഇതിൽ ഓപ്ഷൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ IRFC ഉണ്ട്, IRAD ഇറാഡ ഉണ്ട്, അതേപോലെ അദാനി എന്റർപ്രൈസസ് ഉണ്ട്. ഇത് മൂന്നിൽ മാത്രം ഓപ്ഷൻസ് ഉള്ളൂ. പക്ഷെ കൽപ്പത്താറിലും സമ്മാൻ ക്യാപിറ്റൽ ഇതൊന്നും ഓപ്ഷൻസ് ഇല്ല. അപ്പൊ ഓപ്ഷൻസ് ഉള്ളതിന് ചെയ്യാമെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ചെയ്യും. കാരണം നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ഓപ്ഷൻസ് പോയി എടുക്കുകയും ചെയ്യാം. അപ്പം ഇവിടെ തന്നെ ഞാൻ 9:21 മെൻഷൻ ചെയ്തത് കാരണം ഒട്ടുമിക്കവാറും സ്റ്റോക്സ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഇഫ് ഗ്യാപ്പ് അപ്പ് വെയിറ്റ് ഫോർ ദ ഗ്യാപ്പ് ടു ബി ഫിൽഡ് ഫസ്റ്റ് അല്ലെ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ സ്റ്റോക്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ്റ്റോക്സ് ഒന്ന് നോക്കുക. ഇതാ ഈ എന്താ IRFCയും ഇറേഡയും അദാനി എൻട്രി, ഇത് 3 ഓപ്ഷൻസ് ഉള്ളതാണ്. അപ്പൊ നമുക്ക് എന്താ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ അല്ല IRAD ഇറാഡ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇന്ത്യൻ റെയിൽവേന്റെ ഒരു കമ്പനിയാണ്. അപ്പം ഇത് കണ്ടാൽ അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ ഒരു അത്യാവശ്യം ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തോട്ടെ. എപ്പോഴും ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല്. അപ്പൊ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഇന്നലത്തെ അവസാനത്തെ ക്യാൻഡിൽ ഉണ്ടല്ലോ, ഇന്നലത്തെ അവസാനം 3:29 ആ ക്യാൻഡിലെ ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഫസ്റ്റ് ക്യാൻഡിൽ എന്താ ഈ മൊമെന്റത്തിൽ ഒറ്റയടിക്ക് മേലോട്ട് താഴത്തേക്ക് പോകും. ഫസ്റ്റ് ക്യാൻഡിൽ ഒഴിവാക്കിയിട്ട് പിന്നെ അത് എപ്പോഴാണോ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് എത്തുമാണ്. അപ്പം ഇവിടെ ഗ്യാപ്പ് ഫില്ലായി. ഗ്യാപ്പ് ഫില്ല് ആയതിനു ശേഷം നമ്മുടെ കണ്ടീഷൻ, നമ്മൾ പഠിച്ച കണ്ടീഷൻ ഉണ്ടോ നോക്കുക. ഫോർ എക്സാമ്പിൾ ഗ്യാപ്പ് ഇവിടെ ഫില്ല് ആയിട്ടുണ്ട്. ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത് പോസിറ്റീവ് സ്റ്റോക്ക് ആണല്ലോ. അപ്പൊ നോക്കിക്കോ, നിങ്ങൾ എവിടെയാണ് വോളിയം വരുന്നത് അല്ലെ, ഇവിടെ എന്താണ് ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ നോൾ സെക്കൻഡ് ബോഡി ഉണ്ടോ, ഇല്ല. ഇത് വോളിയം ഓക്കെയാണ്, പക്ഷേ ബോഡി ഫസ്റ്റിനും സെക്കൻഡിനും മുകളില്ല. അപ്പം ഇവിടേക്ക് എന്താണ് ഇതിന്റെയൊക്കെ വോളിയം കുറഞ്ഞു പോവാണ്. ഇവിടെയൊക്കെ ക്യാൻഡിൽ അപ്പാണ്, പക്ഷേ ഈ വോളിയം കുറഞ്ഞു. ഇവിടെ നോക്കുമോ, ഇവിടെയും കണ്ട, ഇവിടെയും ക്യാൻഡിൽസ് ഓക്കെ, പക്ഷേ വോളിയം ഇല്ല. പിന്നെ നമുക്ക് വന്നത് എന്താണ്, ഇവിടെയാണ് കണ്ടീഷൻ ആയിട്ട് പിന്നെ വന്നത്. ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം കണ്ടീഷൻ ആയി വന്നത് 10:23 10:24 അപ്പൊ അവിടെ നിന്നാണ് മാർക്കറ്റ് ബൗൺസ് ചെയ്യാൻ തുടങ്ങിയത്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക, പിന്നെ അതിനുശേഷം നമ്മളെ കണ്ടീഷൻ വെയിറ്റ് ചെയ്യുക. കാരണം ഇതൊക്കെ പോസിറ്റീവ് സ്റ്റോക്ക് ആണ്. ഇപ്പൊ ഇറയുടെ ഞാൻ പറഞ്ഞു ഇത് IRFC ചെയ്യുന്നു. ഇനിയിപ്പോ ഇറയുടെ നോക്കുകയാണെങ്കിൽ സെയിം സിനാരിയോ ആണ് അല്ലെ, ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഗ്യാപ്പ് എവിടെയാണ്, ഇവിടെ ഫില്ല് ചെയ്യുക. ഇന്നത്തെ ക്യാനലിൽ അവിടെ വരെ എത്തിയ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ കണ്ടീഷൻ നോക്കിയത്, കണ്ടീഷൻ എന്താ, ഇവിടേക്ക് എന്താ വോളിയം ഇല്ലാന്നില്ല. ഫസ്റ്റ് ക്യാനലിൽ കാണാൻ സെക്കൻഡ് ക്യാനലിൽ വോളിയം ഇല്ലാണ്ട് പോവാന്ന്. പിന്നെ നോക്കുകയാണെങ്കിൽ കണ്ട നമുക്ക് ഒന്നിനും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ക്ലിയർ ഷോർട്ട് എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പോൾ എന്താണ് ഇവിടെയാണ് ക്ലിയർ എന്താ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിനു ശേഷം ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്തു, അതിനുശേഷം ഇവിടെയാണ് ഒരു കണ്ടീഷൻ വരുന്നത്. അത് അപ്പുറത്തേക്ക് പോയതാണ്. ഇനി അപ്പൊ അദാനി എന്റർപ്രൈസസ് നോക്കുകയാണെങ്കിൽ അദാനി ഇന്ന് ഭയങ്കര മൂവ്മെന്റ് ചെയ്യുന്നു. അദാനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ
ഫസ്റ്റ് ക്യാനിൽ നോക്കില്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണ്. ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്തു ഓൾമോസ്റ്റ് അല്ലേ, ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതിനുശേഷം കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. അവിടുന്ന് ഒറ്റയടിക്കല്ലേ, ഇത് നമ്മൾ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഇതേ സ്റ്റോക്കിന്റെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് അവിടെ കിട്ടിയിരുന്നു. അതാണ് മൂന്നും പ്രോഫിറ്റിലാണ്, പക്ഷേ അതാണ് വലിയൊരു നല്ല റിട്ടേൺ കിട്ടിയിരുന്നു. അപ്പം ഇനി തൊട്ട് ഞാൻ എന്താ ഗ്രൂപ്പിൽ ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മോർണിംഗ് തന്നെ സ്റ്റോക്കും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇത് ഇന്നലെ ചെയ്ത സ്റ്റോക്കാണ്, ഇത് ഇന്നലെ ചെയ്ത എല്ലാം പോസിറ്റീവാണ്, ഇന്ന് ചെയ്തതും എല്ലാം പോസിറ്റീവാണ്. പക്ഷേ ഓപ്ഷൻസ് അല്ലെങ്കിൽ കിട്ടുമ്പോൾ നമ്മൾക്ക് എന്താ അതിന്റെ ഓപ്ഷൻസ് കോളോ പുട്ടോ എന്ന രീതിയിൽ അതും എടുക്കാൻ പറ്റും. ഇനിയിപ്പം ഇതിന്റെ മൺഡേ ഓൺവേർഡ്സ് എന്താ ഇതിനകത്ത് നമ്മള് പർട്ടിക്കുലർ നിഫ്റ്റിന്റെ കണ്ടീഷൻസ് വരുന്നില്ല. ഇപ്പൊ കണ്ടീഷൻസ് എന്താ ഇപ്പൊ ഇങ്ങനത്തെ സിനാരിയോയിലൊക്കെ എന്താ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം നിഫ്റ്റിന്റെ ചാർട്ട് ആരും നോക്കുന്നുണ്ടാവില്ല. അപ്പൊ നിഫ്റ്റി നോക്കുന്നവർക്ക് മാത്രമേ എൻട്രി കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം നമുക്കറിയാം ഇവിടെയാണ് മെയിൻ ടാർഗറ്റിൽ. അത് ഹിറ്റ് ആയതിനു ശേഷം പിന്നെ നമ്മൾ കോളിന്റെ എൻട്രി നോക്കാം. അപ്പൊ കോളിന്റെ എൻട്രി അത് കഴിഞ്ഞ ശേഷം ഇതാണ്. ഇവിടുന്ന് കോളിന്റെ എൻട്രി നോക്കുകയാണെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്താണ്. കോളിന്റെ ടാർഗറ്റ് ഇവിടെ ഹിറ്റായി, അടുത്ത ഇനി പുട്ടിന്റെ എൻട്രി നോക്കി തുടങ്ങും. പുട്ടിന്റെ ഇതാകുമ്പോൾ അങ്ങനെയാ സൈമൾട്ടേനിയസ്ലി പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് എന്താ ഫസ്റ്റ് നല്ല ഏകദേശം മാർക്കറ്റ് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാളെയും കൂടി ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് മൺഡേ ഓൺവേർഡ്സ് അല്ലേ, മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഓൺവേർഡ്സ് നമുക്ക് ആക്റ്റീവായി നമ്മൾ ഡിസ്കോഡിലും അതിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഡിസ്കോഡിൽ വേണ്ടി ഞാൻ സ്റ്റോക്സ് വെറുതെ ട്രൈ ബേസിസ് ഇന്നലെ തൊട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നാളെയും ഡിസ്കോഡിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇല്ലാത്തവർ ഡിസ്കോഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ലിങ്ക് നമ്മളെ ഇതിന്റെ ഗ്രൂപ്പിന്റെ അടിയിൽ ലിങ്കും ഒരു കോൺടാക്ട് നമ്പറും വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ അത് സബ്സ്ക്രിപ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഫ്രീ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ ആവുന്നവരെ നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ആവുന്നത്. അപ്പൊ ഇന്നത്തേക്ക് അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.